ഹായ് ക്യൂട്ടീസ്, ഇന്ന് നമുക്ക് കുറച്ച് യുണീക്കായിട്ട് ക്രാഫ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും പേപ്പർ ക്രാഫ്റ്റ് മാക്സിമം ചെയ്യാനുള്ളത്. അപ്പം ഏതെങ്കിലും പേപ്പർ എടുക്കുക. അപ്പം ഞാൻ മെഷർമെൻറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേ മെഷർമെൻറ്റിൽ തന്നെ കണ്ടിച്ചെടുക്കണേ. അപ്പം മെഷർമെൻറ്റ് തെറ്റി ഇതിൻ്റെ എല്ലാം പോകും. പിന്നെ വലുതും ചെറുതുമായിട്ടുള്ള വലിപ്പം വ്യത്യാസം വരത്തില്ല, കാരണം ചെറുതായിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളൊരു പോപ്പപ്പ് കാർഡ് ടൈപ്പ് ഒരെണ്ണം ഉണ്ടാക്കും. പോപ്പപ്പ് കാർഡായിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ബുക്കിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന ജേണൽ ടൈപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും. ഒരു ക്യൂട്ടായിട്ടുള്ള കാർഡ്. അപ്പം അതിനുശേഷം ഇതിനെല്ലാത്തിലും ഒരു സീസറോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പസോ വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ മടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് കണ്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇതിനെ നമ്മുടെ ഓരോ കോർണറും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കർവ് ഷേപ്പിൽ കണ്ടിച്ച് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ആ കാണിച്ചിരിക്കുന്ന രീതിയിലൊന്ന് മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്യണേ. പിന്നെ കളറ് നിങ്ങൾക്ക് മാറ്റാം, വെള്ളയോ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമേ. അപ്പം കണ്ടിക്കുമ്പോഴൊക്കെ ഇച്ചിരി സൂക്ഷിച്ച് കണ്ടിക്കുക, കാരണം നമ്മൾ എക്സ്ട്രാ കണ്ടിച്ച് പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകും. പിന്നെ എല്ലാവരും ലോങ് വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഷോർട്സിൻ്റെ കൂടെ ലോങ് വീഡിയോ ഇടുന്നുണ്ട്, കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വലിയൊരു പേപ്പർ എടുക്കുകയാണ് ചെയ്തത്. അതും ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇതിനെക്കാട്ടിലും ഇച്ചിരി വലിയ സൈസുള്ള എടുക്കണം, കാരണം നമുക്ക് ഈ പേപ്പർ നമുക്ക് ഒട്ടിക്കാനുള്ളത് നടുഭാഗത്ത്. അപ്പോൾ ഞാൻ ഇതിനെ 2 കോർണർ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറ് എടുക്കും എന്നാണ് മക്ക 2-3 बार बोलो. ഇനി നമ്മൾ ഇതുപോലത്തെ ഞാൻ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു വൈറ്റ് പേപ്പറും കൂടി ചുമ്മാ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് മാത്രമായിട്ടാകുമ്പോൾ നമുക്കൊരു രസമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ബ്ലാക്കിന് പകരം നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ബ്ലാക്ക് പേപ്പർ എടുക്കുന്നുള്ളൂ. എപ്പോഴും ഈ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തെക്കാട്ടി ഇച്ചിരി വലുതായിരിക്കണം. എൻ്റെ ഇച്ചിരി വലുപ്പം കൂടിപ്പോയി, സാരമില്ല, നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ വൈറ്റ് പേപ്പറിനെ ബ്ലാക്ക് പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണേ. ഇനിയാണ് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണോ എന്ന് നമ്മൾ നോക്കുക. പിന്നെ ഒട്ടിക്കുന്നുണ്ട് നടുക്കത്തെ ആ ഫോൾഡില്ലേ, അവളുടോട്ടാണ് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ നല്ലവണ്ണം ഈ ഫോൾഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പോപ്പപ്പ് കാർഡ് പോപ്പപ്പ് ആകത്തില്ല കേട്ടോ. അപ്പം ഞാൻ കണ്ടില്ലേ, ഞാൻ കാണിച്ചിരിക്കുന്നത് തന്നെ അതാ മുകളിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ പോലെ കാണിക്കുന്നില്ലേ, അവിടെ 2ഇടത്തുമാണ് ഗ്ലൂ ഒട്ടിക്കേണ്ടത്, വേറൊരിടത്ത് ഒട്ടിക്കല്ല. എന്നിട്ട് ആ കോർണറിൻ്റെ നടുക്കത്തെ ഒരു വരയില്ലേ ഫോൾഡ്, അവിടോട്ടാണ് നമ്മൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വെക്കണം, അല്ലെങ്കിൽ പോപ്പപ്പ് വരയിൽ ശരിയായിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനടച്ചു കൊടുക്കുക. പിന്നെ ഇത് ഇച്ചിരി ഉണങ്ങാൻ വെക്കുക കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ നമുക്കിങ്ങനെ മുകളിലോട്ട് പോപ്പപ്പ് പോലെ പൊങ്ങി വരും, അതാണ് നമ്മുടെ മേൽ. അപ്പോൾ ഞാൻ കാണിച്ചത് ഇങ്ങനെ നടുക്കൊരു ജസ്റ്റ് ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ പൊങ്ങി വരണം, അതാണ് നമ്മുടെ പോപ്പപ്പിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇച്ചിരി ഒന്ന് ഒട്ടിച്ചൊക്കെ ശരിയായി കഴിയുമ്പോൾ നമ്മുടെ ശരിയായി കഴിയും. ഇനി നമ്മൾ ഇതിനകത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു കാർഡ് പീസ് എടുത്ത് ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് നിങ്ങൾ കണ്ടിച്ച് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യണേ. ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒരു പാർട്ടീഷൻ പോലെ വെക്കുവാണേ. ഈ പാർട്ടീഷൻ വെക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ താഴെ ഒട്ടിച്ചിരിക്കുന്ന ആ ഗ്യാപ്പ് വൈറ്റ് കാണുന്നില്ല, അത് കാണാതിരിക്കാനും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അതിനകത്ത് വെക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു ബോക്സിനകത്തുനിന്ന് ഒരു കുഞ്ഞ് പൊങ്ങിച്ചാടുന്ന, അല്ലെങ്കിൽ പപ്പി പൊങ്ങിച്ചാടുന്ന, അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ. ഇപ്പം ഞാനൊരു 2 ക്യാറ്റ്സിന് കിറ്റനെയാണ് വരയ്ക്കുന്നത്, 1-2 ഫ്ലവറും കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കാമേ.
ദേ ഇതുപോലെ നമ്മൾ ഈ 2 പൂച്ചക്കുട്ടന്മാരെ ഇങ്ങനെ ഓരോ സൈഡിൽ അതിനെ പാർട്ടീഷൻ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഫ്ലവർ 2 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലവർ ഉണ്ടാക്കാം. കാരണം ഫോൾഡ് ചെയ്യുമ്പം ഇവരുടെ ഫേസോ ഒന്നും നമ്മൾ മടങ്ങല്ല, പോപ്പായിട്ട് വരണം. അതിന് വേണ്ടിയാണ്. ഇപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പകരം പട്ടിക്കുഞ്ഞോ കരടിക്കുഞ്ഞോ എന്ത് വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഫ്ലവർ മാത്രമായിട്ട് വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. അതുകൊണ്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങിച്ചാടി വരും നമ്മുടെ കേട്ടോ. അപ്പോൾ നടക്കുമ്പോൾ മടങ്ങി പോവുകയും ചെയ്യും, തുറക്കുമ്പോൾ പൊങ്ങിച്ചാടി ചെയ്യും. അപ്പോൾ അകത്ത് നമ്മുടെ വൈറ്റ് പാർട്ടിന് ഞാനൊരു ജസ്റ്റ് കുറച്ച് ഡിസൈനും വെളിയിൽ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും വരച്ചില്ല, 2-3 സ്റ്റിക്കർ ഒട്ടിച്ചോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിലൊക്കെ ഒട്ടിക്കുക. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പം ഒരു കുഞ്ഞ് 2-3 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചോളൂ. ഇനി നമുക്ക് തുറന്ന് കാണിച്ചാലോ? ഇത് ഇങ്ങനെ കാണും. ഇനി നമ്മൾ അകത്തെ ഡിസൈനും കൂടെ വരച്ച് കഴിയുമ്പോൾ അകത്ത് ഡിസൈൻ ഇട്ടരച്ചില്ലേലും കുഴപ്പമില്ല, കോട്ട്സ് എഴുതാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊങ്ങിച്ചാടി കാണണം, അത്രേ ഉള്ളത്. ഇതാണ് കറക്റ്റായിട്ടുള്ള നമ്മുടെ കാർഡ്. നമ്മളിങ്ങനെ തുറക്കുമ്പോൾ പോപ്പപ്പ് പോലെ ഇങ്ങനെ കാണാം. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്രാഫ്റ്റ് നമ്മൾ കളഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കിയാലോ? അടുത്ത ക്രാഫ്റ്റും ഇതുപോലെ തന്നെ ഒരു പേപ്പർ ക്രാഫ്റ്റാണ്. അതും ഒരു നല്ലൊരു ഐഡിയ ആണ്. ഇതിപ്പം ഞാൻ യുണീക്കായിട്ട് കാണിക്കണം എന്ന് വെച്ചുകൊണ്ട് അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ പേനകൾ ഇങ്ങനെ റീഫിൽ തീർന്നതും ക്യാപ്പില്ലാത്തതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒന്ന് റീഫിൽ മാറ്റിയെടുക്കുക. പിന്നെ നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഫോൾഡഡ് പേപ്പർ എടുക്കുന്നത്. ഫോൾഡഡ് പേപ്പർ എടുത്തില്ലെങ്കിലും ചില സിംഗിളായിട്ടുള്ള ചെറിയ പീസ് എടുത്താൽ മതി. ഞാനൊരു ഹാർട്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലവർ ഷേപ്പ് എന്തെങ്കിലും വരയ്ക്കുക. അപ്പം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഒരു ഹാർട്ട് മാത്രം വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുത്താൽ മാത്രം മതില്ല, നമുക്കതിനെ കണ്ടിച്ച് ആ ഹാർട്ടിൻ്റെ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. ഇത്രയും ഭാഗം കണ്ടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹോൾ ഉണ്ട്. അപ്പോൾ ഫോൾഡഡ് ആയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഹാർട്ടിന് പകരം ഏതെങ്കിലും ഷേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ. ഇനിയും നമ്മുടെ കാര്യം, നമ്മുടെ കയ്യിൽ വലിയ സെല്ലോ ടേപ്പ് ആണല്ലോ, അതിൻ്റെ മുകളിൽ അകത്തുനിന്ന് ഇങ്ങനെ ഒട്ടിക്കണം. അതായത് നമ്മൾ തുറക്കുന്ന വശത്ത് പശ കാണണം. അത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ മറ്റേ വശത്ത് നമുക്ക് ഗ്ലൂ കാണും കേട്ടോ. അതാണ് മെയിൻ നമ്മുടെ പരിപാടി. അപ്പോൾ എൻ്റെ 2 സെല്ലോ ടേപ്പ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഒത്തിരി വലിയതായിട്ടുള്ള സെല്ലോ ടേപ്പ് അല്ലാത്തതുകൊണ്ടേ. ദേ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ തൊടുമ്പോൾ പശയുള്ള ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോഷയുടെ നൂലുകൾ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന നൂലെടുക്കുക, എന്ത് വേണമെങ്കിലും ഇതിനകത്തൂടെ പേനയ്ക്കകത്തൂടെ ഇടുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ നൂല് ഇടുവാണെങ്കിൽ 2-3 പ്രാവശ്യം ഫോൾഡ് ചെയ്തിടണം, അല്ലെങ്കിൽ എംബ്രോയ്ഡറി നൂലിടാം. ഇപ്പം എൻ്റെ കയ്യിൽ ക്രോഷയുടെ ഇങ്ങനെ കോട്ടൺ നൂലുള്ളതുകൊണ്ട് ഞാൻ കോട്ടൺ നൂല് ഇടുമ്പോഴത്തേന് നമ്മുടെ പൊങ്ങത്തില്ല, ഇങ്ങനെ ത്രെഡ് പൊങ്ങുന്ന പോലെ കുറേ ഫൈബർ പോലെ പൊങ്ങി കാണത്തില്ല. അതുകൊണ്ടാണ് ഇത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ എംബ്രോയ്ഡറി നൂലിട്ടാൽ ഇതിനകത്ത് ഇടുക. ഇനി നമ്മൾ പരിപാടി തുടങ്ങാൻ വേണ്ടി ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഒരു യൂണീക്കായിട്ടുള്ള കാർഡാകുകയും ചെയ്യും. പിന്നെ നമ്മൾ ആ മുകളിൽ പശ ഉള്ള ഭാഗമല്ലേ, അതിനകത്തോട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന ഇത് നിങ്ങൾ ചെയ്യുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ അമർത്തി നമ്മുടെ അതിൻ്റെ നിബിൻ്റെ ഭാഗം ഇങ്ങനെ അമർത്തി വെച്ച് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൽ ഒട്ടിപ്പിടിക്കുക. കാരണം അവിടെ ഗ്ലൂ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു ബ്ലൂവും യെല്ലോയും വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഡ് വെച്ച് മാത്രം ചെയ്യാം, അല്ലെ മൾട്ടി കളറായിട്ട് ചെയ്യാം. ഈ ഹാർട്ടിന് പകരം വേറെ എന്ത് വെച്ചും ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മൾ യൂണീക്കായിട്ട് ഒരു വെറൈറ്റി കാർഡ്. എല്ലാ പ്രാവശ്യം നമ്മൾ വരച്ചൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ക്രോഷയോ എന്തെങ്കിലും വെച്ചൊരു ഡിഫറെൻറ്റ് കാർഡ്.
അങ്ങനെ നമ്മുടെ കാർഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല യൂണീക്കായിട്ടൊരു കാർഡല്ലേ. അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സ് എഴുതാം. വെളിയിൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം, ബോർഡർ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ കാർഡ് ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ക്രാഫ്റ്റിലോട്ട് നമുക്ക് പോയാലോ? എല്ലാം ഒന്ന് ട്രൈ നോക്കണേ. ഈ അടുത്ത ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് പേപ്പർ കൊണ്ട് മാത്രം എല്ലാവരും സ്പൈഡറിനെ ഉണ്ടാക്കുന്നതാണ് ഫോൾഡ് ചെയ്ത്. ആദ്യം ഞാൻ കണ്ട വീഡിയോ, സത്യത്തിൽ യൂട്യൂബിൽ കണ്ട വീഡിയോ തന്നെയാണ്. അതൊരു ഫേക്ക് വീഡിയോ ആയിരുന്നു. അവർ പറഞ്ഞ പോലെ ചെയ്തിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ വേറെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ എടുത്തുന്നുള്ളൂ, വേറെ കളർ എടുക്കാം, നിങ്ങൾക്ക് ബ്രൗണോ. അപ്പം നമുക്ക് വേണ്ടത് സ്ക്വയർ ഷേപ്പ് പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പീസ് അതിൻ്റെ കണ്ടിച്ചിടുക. ഫോൾഡ് ചെയ്യുമ്പം അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്യും. പിന്നെ ഞാൻ കാണിക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യും. ഒന്നുകൂടെ ഫോൾഡ് ചെയ്യണം. അപ്പം ഇതാദ്യം ചെയ്ത് പല വീഡിയോകളും ഇങ്ങനെ കാണിച്ചിരുന്നു. വൈറൽ സ്പൈഡറിൻ്റെ പേപ്പർ ക്രാഫ്റ്റ്, പേപ്പർ കട്ടിങ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നെല്ലാം ഫേക്കായിരുന്നു. പിന്നെ ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഞാൻ കാണിക്കുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യണം. ഇതിനകത്ത് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഈ ഫോൾഡിങ് ഒന്നുമല്ല, ഫോൾഡ് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്ന വരകളാണേ. അപ്പം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കാം. ഞാൻ ആദ്യം അവർ കാണിച്ചതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ഡിസൈൻ വരച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്പൈഡർ നമ്മൾ തുറക്കുമ്പോൾ സ്പൈഡറിൻ്റെ പോലെ ഷേപ്പ് കട്ട് ചെയ്യുന്നത്. ഞാനതുപോലൊക്കെ ചെയ്ത് നോക്കുക. എനിക്ക് പക്ഷേ കിട്ടിയത് വേറെ ഏതാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് അവർ ചെയ്തത്. അപ്പം നിങ്ങളെ കാണിച്ചിരും. ആദ്യം തന്നെ എൻ്റെ ഫ്ലോപ്പായി പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ അങ്ങപ്പുറത്തും ഇങ്ങപ്പുറത്തൊക്കെ വരച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം സ്പൈഡർ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എനിക്ക് കിട്ടിയത് വേറെ ഏതാണ് ഷേപ്പ് കേട്ടോ. അവർ പറഞ്ഞ പോലെ എല്ലാം ഞാൻ കണ്ടിച്ചൊക്കെ വെച്ചു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഫ്ലോ ഞാൻ ആദ്യം വിചാരിച്ച ഈ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്തിട്ടിരുന്നു. പിന്നെ ഞാൻ വെച്ചു നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കും, ഇങ്ങനത്തെ ചില ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഫേക്കായിരിക്കും. അവരുടെ ഫൈനൽ റിസൾട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ ചെയ്ത് നോക്കും, നമുക്ക് തെറ്റായിരിക്കും. അപ്പം ഞാനിങ്ങനെ വലിയ ആദ്യം ഇതൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ നോക്കിയപ്പോൾ കുറേ പേരിങ്ങനെ ചെയ്യുന്നു, അവർക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ എല്ലാം മനസ്സിലായി അവർ പൊട്ടത്തര കാണിച്ചാൽ അവർ ഫേക്കായിട്ടുണ്ടാക്കിയതാണ്. വലിയ കാര്യത്തിൽ ഞാനിത് അവർ പറഞ്ഞ പോലെ തുറന്നു നോക്കുവാണേ. തോണ്ടേ സ്പൈഡറും ഇല്ല, സ്പൈഡറിൻ്റെ വെബും ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം പൊട്ടത്തരാണ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റിയാലോ? നേരത്തെ കാണിച്ച പോലെ ഫോൾഡ് ചെയ്താൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മെയിൻ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ പിള്ളേരൊക്കെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താൽ അതേ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ ലോങ് സൈഡിൻ്റെ എത്രയാണോ നമ്മുടെ ഇത്രയും മെഷർമെൻറ്റ് കണ്ടിട്ട് ഈ നമ്മൾ ഫോൾഡ് ചെയ്ത് ഈ മെഷർമെൻറ്റിൽ തന്നെ അതിനെക്കാട്ടി എക്സ്ട്രാ ആയിരിക്കും നമ്മുടെ ഈ ലോങ് സൈഡിൽ കാണുന്നത് കേട്ടോ. അപ്പം ബാക്കിയുള്ള ഭാഗം നമ്മൾ കണ്ടിച്ച് കളയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ മെഷർമെൻറ്റിൻ്റെ അവിടെ അത്രയും ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് പെന്നുകൊണ്ട് ഡോട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഈ ഡോട്ടിട്ട് കൊടുക്കുമ്പോഴത്തേനും മാറിപ്പോയതിൽ കേട്ടോ. ആദ്യം ഞാൻ ബ്ലാക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ഇതേ ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് കണ്ട ഒരു കോർണറിൽ നിന്ന് ഈ എക്സ്ട്രാ ഉള്ള ഭാഗത്തെ നമ്മൾ കണ്ടിച്ച് കളയുക. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് നമ്മൾ ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. ഞാനിതുകൊണ്ട് വൈറ്റ് പെന്നുകൊണ്ട് നിങ്ങളെ വരച്ച് കാണിക്കാമെന്ന് വെച്ചു. ഇത്രയും ഭാഗം നമ്മൾ കണ്ടിച്ച് കളയണേ, നമുക്ക് വേണ്ടത്. അതിനുശേഷം ഇങ്ങനത്തെ ഡിസൈൻ വരയ്ക്കുക. കാരണം ഈ കർവ് ഡിസൈനൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നമ്മുടെ സ്പൈഡറിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അവരൊക്കെ കാണിച്ച പോലെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ എല്ലാം പൊട്ടത്തരമായിപ്പോകും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് കണ്ടിച്ചെടുക്കുകയാണേ. ഉണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കർവായിട്ട് ഡിസൈൻ. ഇനി ഞാൻ കാണിച്ചിരിക്കുന്ന ഡിസൈൻ ഞാനത് പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് അത് വേണ്ടി ഞാൻ അത് കഴിഞ്ഞ ശേഷം വൈറ്റ് പെന്നുകൊണ്ട് കാണിച്ചുതരാം. സൂക്ഷിക്കണേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വൈറ്റ് കൊണ്ട് വരച്ച ഡിസൈൻ കാണിക്കും. അപ്പോൾ നിങ്ങളത് നോക്കി വരയ്ക്കുക. ഓരോ ഫോൾഡിൻ്റെ അടുത്തും ഓരോ രീതിയിൽ എങ്ങനെയാണ് ഞാൻ വച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണണേ. കാരണം തെറ്റിപ്പോയാൽ നമ്മുടെ സ്പൈഡറിന് പകരം നമുക്ക് വേറെ വല്ല ജീവിയുടെ വലയായിരിക്കും കിട്ടുന്നത് കേട്ടോ.
ഇങ്ങനത്തെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും. ഇനി ആ ഓരോ ഇടയ്ക്കിടയ്ക്ക് കോളമില്ലേ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതായത് എവിടെയൊക്കെ നമ്മൾ ഡിസൈൻ അകത്ത് വരച്ചിട്ടുണ്ടോ അതത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, പേപ്പർ കട്ട് ചെയ്യില്ലെങ്കിൽ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പൈഡറിനെ കിട്ടുന്നത്. ഇപ്പോൾ ചുമ്മാ വീഡിയോ എല്ലാവരും പൊട്ടത്തര ഇടുന്നതിൽ പേര് നമ്മളിങ്ങനെയൊക്കെ പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കും. നമ്മൾ നോക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്ത് നോക്കേണ്ടി വരും. ചിലപ്പം പല വീഡിയോകളും ഫേക്ക് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ഇൻസ്പിറേഷൻ എടുത്ത് ഓരോരുത്തർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് തെറ്റാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ചപ്പം ഞാൻ വെച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തുറന്നു നോക്കിയാലോ. തോണ്ടേ ഇപ്പം നമ്മുടെ സ്പൈഡർ ശരിയായിട്ടില്ലേ? അപ്പോൾ ഏകദേശമൊക്കെ സ്പൈഡറിനെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ക്രാഫ്റ്റ് കണ്ടാലോ. ഈ ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു OHP ഷീറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനത്തെ ഷീറ്റ് എടുത്താൽ മതി. അതിൻ്റെ വലിയ ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു കോർണറിൽ മാത്രമായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് ആദ്യം ഗ്ലൂ ഗണ്ണ് ചലിക്കുന്നത് കുറേ നാളിന് ശേഷമായി ഗ്ലൂ ഗണ്ണ് ചലിക്കുന്നത്. അപ്പം ഗ്ലൂ ഗണ്ണ് നമ്മൾ കുറച്ച് ഗ്ലൂ നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ഇതിനിടുക. അതിനുശേഷം നിങ്ങൾക്ക് വരച്ച പേപ്പർ എടുക്കുക. ഞാനിപ്പം ഈസി പണിക്ക് വേണ്ടി നമ്മുടെ സ്റ്റിക്കർ വെക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ചുറ്റിനും കൂടെ നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ഇത് ഇടുക കേട്ടോ. അപ്പോൾ ചുറ്റിനും നല്ലോണം ഇടണം. പിന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ ഞാൻ ഫാൻ നിർത്തിയിട്ട് ചെയ്താൽ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതിൻ്റെ മുകളിൽ നിങ്ങൾ ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ പണ്ട് ഇവിടെ ടേബിളെ ഒട്ടിക്കാൻ വെച്ചത് പേപ്പറിൻ്റെ ഒരു ബട്ടർ പേപ്പറോ അത് വെച്ച് നമ്മൾ അമർത്തി ഒന്ന് നമ്മളതിനെ സ്റ്റേബിൾ ആക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങുമ്പം ബട്ടർ പേപ്പർ ആയതുകൊണ്ട് ഇളകി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇളകി പോകും. പിന്നെ ഞാനിപ്പോൾ OHP ഷീറ്റ് ഒരു ഇച്ചിരി കൂടി ഒരു ക്യൂട്ടാകാൻ വേണ്ടി അതൊരു റിയലിസ്റ്റിക് പോലെ നമുക്ക് കാണാൻ വേണ്ടി ഞാൻ ഒരു OHP ഷീറ്റിൻ്റെ മുകളിൽ ഒരു പീസും കൂടെ മുകളിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടാണ് ഞാൻ അതിനെ കണ്ടിക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഫുള്ള് നമ്മുടെ ഗ്ലൂ ഗണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ OHP ഷീറ്റ് മുകളിൽ വെക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒട്ടിപ്പോകും. പിന്നെ ഞാൻ ഇതിൻ്റെ കോർണറെല്ലാം സ്ക്വയർ ഷേപ്പ് കണ്ടിച്ചെടുക്കുകയാണ്. സ്ക്വയറിന് പകരം വേറെ എന്തെങ്കിലും ഷേപ്പും കണ്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ OHP ഷീറ്റ് മുകളിലത്ത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഇടത്തില്ല. അന്നേരം തന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്ലിറ്റേഴ്സോ എന്തെങ്കിലുമൊക്കെ സീക്വൻസോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പം ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഒട്ടിച്ചില്ല, കാരണം ഞാൻ വേറെ രീതി ചെയ്യാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കീ ചെയിൻ ഉണ്ടാക്കാൻ പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. കുഞ്ഞു പിള്ളേർക്കൊക്കെ പല പല ഡിസൈനിലൊക്കെ കീ ചെയിൻ ഇഷ്ടമാണ്. കുഞ്ഞു പിള്ളേർക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും കവായി ടൈപ്പിൽ കീ ചെയിൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഒരു നല്ല രസമാക്കാണ്ട് ഞാൻ അതിൻ്റെ ചുറ്റിനും കുറച്ച് ബീഡ്സ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ഒരു രസം. പിന്നെ ഈ ലൈറ്റ് മാറുകയും മറിയുകയും ചെയ്യുന്ന കാരണം ഇവിടെ മഴയുടെ ഇത് കാരണമാണ്. അപ്പം ഞാൻ പുറവശത്ത് നമ്മുടെ കീച്ചേൻ്റെ ഭാഗം ഗ്ലൂ ഗണ്ണ് കൊണ്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ട് കവായി ടൈപ്പിലെ കീച്ചേൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ക്രാഫ്റ്റ്. ഈ ക്രാഫ്റ്റൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക.